ഈ കാന്തപുരത്തിൻ്റെ അഭിപ്രായം പറയുവാനുള്ള അദ്ദേഹത്തിൻ്റെ അവകാശത്തിനെ പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഒരു ജനാധിപത്യ സമൂഹത്തിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ അല്ലെങ്കിൽ പൗരന്മാരുടെ അവകാശത്തിനെ ബാധിക്കുന്നതോ ഹനിക്കുന്നതോ അല്ലെങ്കിൽ സ്വാധീനിക്കുന്നതോ ആയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ അതിൻ്റേതായിട്ടുള്ള പ്രതികരണവും ചർച്ചയും അതിൻ്റെ അനുരണനങ്ങളും ഉണ്ടാകും. അപ്പോൾ അതിനെയും നാം അസഹിഷ്ണുതയുടെ കണ്ണിൽ കാണേണ്ടതായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഒരു മത അധ്യക്ഷൻ അല്ലെങ്കിൽ നേതാവ് എന്നുള്ള നിലയിൽ പറഞ്ഞു. അതിനെ ഒരുപക്ഷെ അദ്ദേഹം പ്രതീക്ഷിക്കുന്നതിലും ശക്തമായിട്ട് സമൂഹത്തിൽ നിന്നും അതിനെതിരെ വിമർശനം ഉണ്ടായേക്കാം. ഭരണഘടനാപരമായിട്ട് എല്ലാ വ്യക്തികൾക്കും തുല്യത എന്ന് പറയുന്ന ഒരു അവകാശമുണ്ട്. അതേപോലെ തന്നെ അവനവന് വേണ്ട, അവനവൻ ആഗ്രഹിക്കുന്ന മതം പിന്തുടരുവാനും മതപ്രകാരമുള്ള ആരാധനാക്രമങ്ങൾ അനുവർത്തിക്കുവാനും അവർക്ക് അവകാശമുണ്ട്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഉയർന്നു വരുന്നൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മതപരമായിട്ടുള്ള ആരാധനാപരമായിട്ടുള്ള അവകാശങ്ങളും സമാജത്തിൻ്റെ ക്രമം എങ്ങനെയായിരിക്കണമെന്നുള്ളതും രണ്ടും രണ്ടാണ്. ഇപ്പോൾ ഏതൊരു മതത്തിലും എങ്ങനെയാണ്, ആരെയാണ് നാം ആരാധിക്കേണ്ടത്, എങ്ങനെയാണ് നാം ആരാധിക്കേണ്ടത്, എപ്പോഴൊക്കെയാണ് നാം ആരാധിക്കേണ്ടത്, ആ ആരാധനയുമായി ബന്ധപ്പെട്ട് നാം പിന്തുടരേണ്ടതായിട്ടുള്ള നിഷ്ഠകളും ചര്യകളും എന്തൊക്കെയാണ് എന്നൊക്കെ പറയുന്നിടത്ത് പൂർണ്ണമായിട്ടും മതത്തിനും മതസംബന്ധിയായിട്ടുള്ള സ്ഥാപനങ്ങൾക്കുമാണ് അധികാരമുള്ളത്. പക്ഷേ അങ്ങനെ മതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ എങ്ങനെ ഒരു സാമാജിക ജീവിതം നയിക്കണം എന്നതിനെക്കുറിച്ച് അഭിപ്രായം പറയുവാൻ ഏതൊരു വ്യക്തിക്കോ അല്ലെങ്കിൽ മതാധ്യക്ഷന്മാർക്ക് കഴിയുമെങ്കിൽ കൂടിയും അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ എത്രത്തോളം ആരോഗ്യകരമാണ് എന്ന് ചർച്ച ചെയ്യുവാനും അതിനെ നിശിതമായി വിമർശിക്കുവാനും ഒരു ഭരണഘടനാ വ്യവസ്ഥയെ പിന്തുടരുന്ന ഒരു സമൂഹത്തിൽ ജനങ്ങൾക്കും അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങൾക്കും അവർക്കതിനുള്ള അധികാരവും അവകാശവുമുണ്ട്. അപ്പോൾ ഇവിടെ ആരാധനയെക്കുറിച്ചല്ല അദ്ദേഹം അഭിപ്രായം പറഞ്ഞത്, അദ്ദേഹം സാമാജിക ക്രമത്തിനെ കുറിച്ചാണ്. എല്ലാ മതപരമായിട്ടുള്ള പുസ്തകങ്ങളും റിലീജിയസ് ടെക്സ്റ്റുകളും ഡേറ്റഡ് ആണ്. ഒരു കാലഘട്ടത്തിൻ്റെ റിഫ്ലക്ഷൻ, പ്രതീകമായിട്ട് തന്നെയാണ് അതൊക്കെ എഴുതപ്പെട്ടത്. അതിൽ ചിരന്തനമായിട്ടുള്ള മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. പക്ഷേ കാലികമായിട്ടുള്ള അതിൻ്റെ അനുബന്ധങ്ങൾ മാറുന്ന കാലത്തിനനുസരിച്ച് നാം പുനർവായന നടത്തേണ്ടതായിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിന് ഇപ്പം ഇന്ത്യയിൽ ഇപ്പം കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷിക്കുവാൻ എല്ലാവരെയും ഒരുപോലെയാണ് ശിക്ഷിക്കുന്നത്. ഒരു പക്ഷേ ചില മതശാസനകൾ അല്ലെങ്കിൽ ചിന്തകൾ പ്രകാരം ചില കുറ്റങ്ങൾക്ക് കഠിനമായിട്ടുള്ള ശിക്ഷ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇന്ത്യൻ നിയമം അത് അനുവദിക്കുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രായോഗികമായിട്ട് എന്താണ് സാധ്യമാകുക? മതത്തിൻ്റേതായിട്ടുള്ള ചട്ടക്കൂടുകളിൽ ആചാര സംബന്ധമായിട്ടും അനുഷ്ഠാന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിന് കൂടുതൽ സ്വീകാര്യത വരും. അറ്റ് ദ സെയിം ടൈം സമാജം എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളതിനെക്കുറിച്ച് പറയുമ്പോൾ വിമർശനങ്ങൾ ശക്തമായിട്ട് വരും. ആ വിമർശനങ്ങളെ നാം വർഗീയതയായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക മതത്തിനെതിരെയുള്ള സാമാജിക പ്രതികരണമായിട്ടോ ഒന്നും കാണുന്നതിൽ കാര്യമില്ല. രാഷ്ട്രീയ പാർട്ടികൾക്ക് അങ്ങനെ പ്രതികരിക്കുന്നതിൽ അല്ലെങ്കിൽ വിമർശിക്കുന്നതിന് അവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ടാകാം. ഇന്ത്യൻ ഭരണഘടന 21-ാം വകുപ്പ് അനുസരിച്ച് എല്ലാവർക്കും ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് മാത്രമല്ല, ആ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം സ്റ്റേറ്റിനുണ്ട്. 19-ാമത്തെ വകുപ്പ് പ്രകാരം എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. ഈ 2023 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് കൗശൽ കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് എന്ന് പറയുന്ന വിഖ്യാതമായ കേസിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ 21-ാം വകുപ്പ് പ്രകാരമുള്ള ജീവിക്കുവാനുള്ള അവകാശം, വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 19-ാം വകുപ്പ് പ്രകാരമുള്ള അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾക്കും അനുബന്ധ സ്വാതന്ത്ര്യങ്ങൾക്കുമുള്ള അവകാശം, ഈ അവകാശങ്ങൾ സ്റ്റേറ്റിനെതിരെ മാത്രമല്ല, സ്വകാര്യ വ്യക്തികൾക്കെതിരെയും സ്വകാര്യ സ്ഥാപനങ്ങൾക്കെതിരെയും സ്വകാര്യ വ്യക്തികൾ പുറപ്പെടുവിക്കുന്ന അഭിപ്രായങ്ങൾക്കെതിരെയും വരെയും എൻഫോഴ്സ് ചെയ്യുവാൻ കഴിയും. അതൊരു ഡിക്ലറേറ്ററി ജഡ്ജ്മെൻ്റ് ആണ്. അനുബന്ധമായിട്ട് ശാസനകളൊന്നും സുപ്രീം കോടതി നൽകിയിരുന്നില്ല. പക്ഷേ ഇന്ത്യൻ ഭരണഘടനാ നിയമപ്രകാരം എല്ലാ വ്യക്തികളുടെയും ജീവിക്കുവാനും വ്യായാമം ചെയ്യുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം സ്റ്റേറ്റിനുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അഭിപ്രായം അദ്ദേഹം പറയുമ്പോൾ തന്നെയും സമൂഹത്തിന് അതിന് അനുബന്ധമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും. പിന്നെ ഇപ്പോൾ വിമാനയാത്ര, ബസ് യാത്ര, സിനിമാ തിയേറ്റർ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം ഇവോൾവ് ചെയ്തതനുസരിച്ച് ഇതൊന്നും നമുക്ക് തടയുവാൻ പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്.
പക്ഷേ ഇതുപോലുള്ള പൊതുസ്ഥലങ്ങളിലുള്ള വ്യായാമക്രമങ്ങളെക്കുറിച്ചൊക്കെ അഭിപ്രായം അത് ഇവോൾവ് ചെയ്ത് വരികയാണ്. ഇപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യരുതെന്ന് ഏത് മത അധ്യക്ഷൻ പറഞ്ഞാലും, അത് ഹിന്ദു മതമായിരിക്കാം, ക്രിസ്തു മതമായിരിക്കാം, ഇസ്ലാമിക വിശ്വാസപ്രകാരമായിരിക്കാം, പറഞ്ഞാലും അത് പ്രായോഗികമല്ല. ജനങ്ങൾക്ക് യാത്ര ചെയ്യണ്ടേ? കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആരും ചുമന്നുകൊണ്ട് പോവുകയില്ല. ബസ്സിൽ കൂടിയും ട്രെയിനിൽ കൂടിയും, ഇനി സാമ്പത്തികമായിട്ട് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ പ്ലെയിനിൽ കൂടിയും മാത്രമേ യാത്ര ചെയ്യാൻ കഴിയൂ. സിനിമാ തിയേറ്ററിൽ സിനിമയെക്കുറിച്ച് അപ്പം ഞാൻ പറഞ്ഞത്, എല്ലാ മതപുസ്തകങ്ങളും മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് പുനർവായനയ്ക്ക് സ്വയം എപ്പോഴാണോ അതിനുള്ള സാഹചര്യമുള്ളത് അവർ സ്വയം ഇവോൾവ് ചെയ്യുന്നു, അല്ലെങ്കിൽ പുനർവായന നടത്തുന്നു. ഇപ്പം തിയേറ്ററിൽ ലൈറ്റ് അണക്കില്ലേ സിനിമ തുടങ്ങുമ്പോൾ? ഈ പൊതുസ്ഥലങ്ങളിൽ വ്യായാമം ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സുരക്ഷിതത്വം ഇല്ലായ്മയോ അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയാണോ പ്രശ്നങ്ങൾ കൽപ്പിച്ചു കൊടുക്കുന്നത്, അതിനേക്കാളും വലിയ പ്രശ്നം സിനിമാ തിയേറ്ററിൽ ഉണ്ടാവില്ലേ? അടുത്തിരിക്കുന്ന വ്യക്തിയുടെ മുഖം പോലും പുറകിലാരായിരിക്കുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ ജനങ്ങൾ സിനിമയ്ക്ക് പോകുന്നുണ്ട്. ആ സിനിമ ഇപ്പോൾ ഒരു തരത്തിലും ശാസനയ്ക്ക് വിധേയമായിട്ട് പൊതുവെ കാണാറില്ല. അപ്പോൾ എന്താണോ പ്രായോഗികമായിട്ട് നമുക്ക് സാധ്യമായിട്ടുള്ളത്, അതിനെ പ്രായോഗികമായിട്ട് നമുക്ക് തടയാൻ കഴിയാത്തത്, അതിനെ പുനർവായനയിലൂടെ നാം അംഗീകരിക്കുന്നു. അപ്പം ഇങ്ങനെ ഒരു പ്രവണത ഇപ്പം പൊതുസ്ഥലത്ത് സ്ത്രീയും പുരുഷനും ഇടകലർന്ന് വ്യായാമം ചെയ്യുക എന്നുള്ളത് ഒരു മൂവ്മെൻ്റായിട്ട് കേരളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്കെല്ലാം അറിയാവുന്ന പോലെ അതിനകത്തൊരു ലൈംഗികമായിട്ടോ അല്ലെങ്കിൽ ഒരു അരാജകത്വമോ ഒന്നും തന്നെ വളരെ ചിട്ടയായിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന പ്രവൃത്തികളിൽ നമുക്ക് കൽപ്പിച്ച് കാണുവാൻ കഴിയില്ല. ഈ സമയത്ത് അതിനെ തടയുവാൻ മതവും വിശ്വാസവും ഒക്കെ പറഞ്ഞ് അതിനെ തടയുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ അത് നശിപ്പിക്കപ്പെട്ടു പോകും. ആ ഇനിഷ്യേറ്റീവ് അവിടെ മുരടിച്ചു പോകും എന്നുള്ളത് കൊണ്ടാണ് വിമാനയാത്രയും ബസ് യാത്രയും സിനിമാ തിയേറ്ററും ഒന്നും തന്നെ തടയുവാൻ കഴിയില്ല. അപ്പോൾ അവരുടെയൊക്കെ അഭിപ്രായം നാം അംഗീകരിക്കുമ്പോൾ തന്നെയും നാം ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയം, കേരളത്തിനെ പോലൊരു സമൂഹത്തിൽ ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഇപ്പോൾ സ്ത്രീകൾക്ക് അവർക്ക് പരമ്പരാഗതമായിട്ട് കിട്ടിക്കൊണ്ടുപോകുന്ന സ്പേസ് കുറയുകയാണോ, അത് കൂടുകയാണോ, അല്ലെങ്കിൽ അവർക്ക് വന്നിട്ടുള്ള മെറ്റമോർഫോസിസ്, കാലാന്തരത്തിൽ അവർക്ക് വന്നിട്ടുള്ള മാറ്റം, അത് സ്ത്രീകൾക്ക് ഗുണകരമായിട്ടുള്ളതായിട്ടാണോ ദോഷകരമായിട്ടുള്ളതായിട്ടാണോ എന്നുള്ളതാണ് നാം പരിശോധിക്കേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ സ്ത്രീയുടെ അവരുടെ സ്വാതന്ത്ര്യം പരമ്പരാഗതമായിട്ട് കുറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പ്രോട്ടോ ഫാഷിസം എന്നോ പ്രോട്ടോ താലിബാനിസം എന്നോ അതിൻ്റെയൊക്കെ തുടക്കമെന്നോ ഒക്കെ നമുക്ക് വിശേഷിപ്പിക്കുവാൻ കഴിയും. പക്ഷേ ഇത്തരത്തിലുള്ള ചിന്തകളൊന്നും തന്നെ ഒരിക്കലും പൂർത്തിയിലെത്തില്ല. കാരണം നമ്മുടെ ഇവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ട്. അപ്പോഴും ഞാൻ പറയുവാനുള്ള മത അധ്യക്ഷന്മാർക്ക് അവരുടെ കാഴ്ചപ്പാടുകൾ പറയുവാനുള്ള പൂർണ്ണമായിട്ടും അവകാശമുണ്ട്. പക്ഷേ ജനാധിപത്യത്തിൽ അത് വിമർശിക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ അവർക്ക് അവരുടെ മറുപടി പറയുവാനും കഴിയും. ഇവിടെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം, ജനങ്ങൾ ഇപ്പം പകൽ വെളിച്ചത്തിൽ വ്യായാമത്തിൽ ഏർപ്പെടുമ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കവിടെ അസന്മാർഗികത കൽപ്പിച്ച് കൊടുക്കാൻ കഴിയുന്നത്? മതചിന്തകളോ മതപുസ്തകങ്ങളോ അത് ഏത് മതത്തിൻ്റെ ആയിക്കൊള്ളട്ടെ, അതൊന്നും തന്നെ ഇത്തരത്തിലൊരു ഇൻജങ്ഷൻ ഈ ഒരു നൂറ്റാണ്ടിൽ പുറപ്പെടുവിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുമെന്ന് പറയുന്നത് ഇന്ത്യൻ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇപ്പം പാശ്ചാത്യ സമൂഹങ്ങളാണെങ്കിലും നാം കണക്കിലെടുക്കുകയാണെങ്കിൽ അതൊന്നും തന്നെ ആ ഒരു മാറ്റത്തിൻ്റെ കാറ്റ് അല്ലെങ്കിൽ വെളിച്ചം ഉൾക്കൊള്ളുന്ന കാഴ്ചപ്പാടല്ല. സമൂഹം ചർച്ച ചെയ്യട്ടെ, അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കുമ്പോൾ തന്നെയും എതിരെ വരുന്ന ഈ വിമർശനത്തിൻ്റെ വെളിച്ചത്തിൽ ഏതാണ് ശരിയായ പാതയെന്ന് ചൂസ് ചെയ്തതിനെ പിന്തുടരുവാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്കും അങ്ങനെയുള്ള ശാസനകൾ ജനങ്ങളുടെ ചര്യകളെ പരിമിതപ്പെടുത്തുന്നുവെങ്കിൽ നിയമ സംവിധാനങ്ങൾക്കും ഇടപെട്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള സ്വാതന്ത്ര്യം സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു വഴിയൊരുക്കുവാനുള്ള ഉത്തരവാദിത്വം കൗശൽ കുമാർ ജഡ്ജ്മെന്റിൽ ഹൊറിസോണ്ടൽ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് പറയുന്നത്. അതായത് സ്റ്റേറ്റോ അല്ലെങ്കിൽ അനുബന്ധ സ്ഥാപനങ്ങൾക്കെതിരെയോ മാത്രമല്ല, സമൂഹത്തിൽ എല്ലാവർക്കുമെതിരെ അത് അപ്ലൈ ചെയ്യുവാൻ കഴിയും. മതത്തിൻ്റെ എസൻഷ്യലായിട്ടുള്ള റിലീജിയസ് പ്രാക്ടീസസിനെ സംബന്ധിച്ച് സ്റ്റേറ്റിനോ താങ്കൾക്കോ എനിക്കോ മറ്റാർക്കും തന്നെ ഇടപെടാൻ കഴിയുകയില്ല. പക്ഷേ ഒരു സമാജക്രമം മതചിന്ത പ്രകാരം മാത്രം രൂപീകരിക്കണമെന്ന് പറയുന്നത് അത് നമ്മുടെ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയിൽ അത് ആശാസ്യകരമല്ല. ഇവിടെ ഈ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വ്യായാമം ഒരുമിച്ച് ചെയ്തു കഴിഞ്ഞാൽ വ്യക്തികളുടെ ധാർമ്മിക ബോധം ഇടിഞ്ഞിട്ട് അവർ അസന്മാർഗിക പ്രവർത്തനത്തിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ, നൂറ്റാണ്ടുകളായിട്ട് മതപ്പം ഒരുമിച്ച് ചെയ്തു കഴിഞ്ഞാൽ വ്യക്തികളുടെ ധാർമ്മിക ബോധം ഇടിഞ്ഞിട്ട് അവർ അസന്മാർഗിക പ്രവർത്തനത്തിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ, നൂറ്റാണ്ടുകളായിട്ട് മതപ്രബോധനം നടത്തുന്ന വ്യക്തികൾ അല്ലെങ്കിൽ നടത്തിയ മതപ്രബോധനത്തിൽ അവർക്കുണ്ടായ പരാജയമാണ് ഇവിടെ അംഗീകരിക്കുന്നത്. ധർമ്മനിഷ്ഠയുള്ള ഒരു സമൂഹത്തിനെ രൂപീകരിക്കുന്നതിൽ നാം പരാജയപ്പെടുമ്പോഴാണ് ഈ വ്യക്തികളിൽ നമുക്ക് സംശയം ഉയരുന്നത്.
അപ്പോൾ ഈ എത്ര ശക്തമായിട്ട് ധർമ്മബോധമുള്ളവരാക്കി മതത്തിൻ്റെ അനുയായികളെ മാറ്റുന്നതിനെക്കുറിച്ചും അവരുടെ ഡിസ്ക്രിമിനേറ്ററി എബിലിറ്റി അത് സ്ട്രെങ്തൻ ചെയ്യുന്നതിനെക്കുറിച്ചും അല്ലേ അവർ ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. അതല്ലാതെ ഇങ്ങനെയുള്ള ഇൻജങ്ഷൻസും ശാസനകളും പാസ്സാക്കുന്നതിലൂടെ നമ്മുടെ മതം ഫോളോ ചെയ്യുന്ന വ്യക്തികളോട് തന്നെ നമുക്കുള്ള വിശ്വാസമില്ലായ്മയാണ് ഒരു തരത്തിൽ